ഇനി 24-ന്റെ നിരീക്ഷകൻ വരുന്നു, ഒബ്സർവർ. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം ആരോഗ്യ മേഖലയിലെ അപര്യാപ്തതകളാണ്. ഇന്ന് പത്രമെടുത്താൽ അതാണ് കൂടുതൽ വാർത്തകൾ. വാർത്താ ചാനലുകളും ഈ വാർത്തകൾ കൊണ്ട് നിറയ്ക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി ചികിത്സാ രംഗത്തെ ബാധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ഒബ്സർവർ ബി ദിലീപ് കുമാർ പറയുന്നത്. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ, പറയും. ഗുഡ് മോർണിംഗ് SKN. ഏറ്റവും വലിയ വാർത്ത ഇപ്പോൾ ഈ സംസ്ഥാനത്തെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടാണ്. ആരോഗ്യരംഗത്തെ അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന ചർച്ചയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. അത് തീർച്ചയായും സാധാരണക്കാർ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളെയാണ്. സ്വകാര്യ ആശുപത്രികളെ സമീപിക്കാൻ കഴിയാത്ത പാവങ്ങളായ ജനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്നത് അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആശുപത്രികൾ. അതിനിടയിൽ പല ആശുപത്രികൾ, ജനറൽ ആശുപത്രികളുണ്ട്, ജില്ലാ ആശുപത്രികളുണ്ട്. അങ്ങനെ നിരവധി ചികിത്സാ സംവിധാനങ്ങൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇത്തരം സ്ഥാപനങ്ങളെയാണ് സാധാരണക്കാർ ആശ്രയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ചികിത്സയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ ലഭ്യമാക്കുക, മരുന്നുകൾ ലഭ്യമാക്കുക, ചികിത്സയ്ക്കുള്ള സൗകര്യം ലഭ്യമാക്കുക, മെച്ചപ്പെട്ട കിടക്കയോടുകൂടിയ സൗകര്യങ്ങൾ, ആ നിലയിലുള്ള ക്രമീകരണങ്ങളാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഇതിന് വിഘാതമാകുന്നത് വൻതോതിലുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നതാണ്. ഒരുപക്ഷെ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്നത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതിൽ പക്ഷേ കത്രിക വയ്ക്കുന്നത് ഈ ആരോഗ്യരംഗത്തിനാകരുത്. അങ്ങനെയെങ്കിൽ അത് രോഗികളുടെ ജീവൻ കൂടി കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു പന്താട്ടമായി തന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയ്ക്ക് അനുവദിക്കുന്ന പദ്ധതി വിഹിതത്തിലായാലും ബജറ്റ് വിഹിതത്തിലായാലും ഒക്കെ നീക്കിവെക്കുന്ന തുക അത് അതേപടി നൽകുക എന്നതാണ് ചെയ്യേണ്ടത്. അതേപടി മാത്രമല്ല, ഒരുപക്ഷെ അതിൽ കൂടുതൽ നൽകിയാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, കാരണം കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് തന്നെ പറഞ്ഞത് ഈ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട് എന്നാണ്. തീർച്ചയായും അത് ഈ ആരോഗ്യരംഗം മെച്ചപ്പെട്ടു വരുന്നതിൻ്റെ സൂചന കൂടിയാണ്. പക്ഷേ അപ്പോഴും ഇത്തരത്തിലുള്ള ഈ അപര്യാപ്തതകൾ, ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തതകൾ അത് പരിഹരിക്കേണ്ടതുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ കഴിഞ്ഞ വർഷം തന്നെ പദ്ധതി വിഹിതത്തിൽ വരുത്തിയിട്ടുള്ള കുറവ്, മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് 402 കോടി രൂപ നീക്കിവെച്ചതിൽ 146 കോടി രൂപയുടെ വെട്ടാണ് സർക്കാർ വരുത്തിയത്. 254 കോടി രൂപയാണ് നൽകിയത്. ആരോഗ്യ മേഖലയ്ക്ക് 152 കോടി രൂപ അനുവദിച്ചതിൽ 62 കോടി രൂപ സർക്കാർ വെട്ടിക്കുറച്ചു. അത് ക്യാൻസർ സെൻ്ററുകളുടെ പ്രവർത്തനത്തിനടക്കം തിരുവനന്തപുരം RCCക്ക് 78 കോടി രൂപ നീക്കിവെച്ചു. പക്ഷേ അനുവദിച്ചത് 36 കോടി രൂപ മാത്രം. മലബാർ ക്യാൻസർ സെൻ്ററിന് 26 കോടി നീക്കിവെച്ചു, അനുവദിച്ചത് 14 കോടി മാത്രം. കൊച്ചി ക്യാൻസർ റിസർച്ച് സെൻ്ററിന് 14.5 കോടി രൂപ നീക്കിവെച്ചു, അനുവദിച്ചത് 9 കോടി രൂപ മാത്രം. ഇങ്ങനെ നിരവധി പദ്ധതികളെ, ചികിത്സയ്ക്കൊക്കെയുള്ള നിരവധി ഉപകരണങ്ങൾ വാങ്ങേണ്ട, മരുന്നുകൾ വാങ്ങേണ്ടയൊക്കെ പദ്ധതികൾക്കാണ് സർക്കാർ ഈ നിലയിലുള്ള തടയിടൽ പിന്നീട് നടത്തിയത്. ഏതായാലും ഇങ്ങനെയുള്ള സർക്കാരിൻ്റെ ഈ കത്രിക വയ്ക്കൽ അത് സാധാരണക്കാരെ ബാധിക്കാതിരിക്കാനുള്ള ശ്രദ്ധ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ആരോഗ്യവകുപ്പും ധനവകുപ്പുമൊക്കെ ആ നിലയിൽ കൂടുതൽ ശ്രദ്ധ ഈ ആശുപത്രികൾക്ക് ആതുര രംഗത്തിന് നൽകട്ടെ. അതിനുള്ള ഒരു തുടക്കമാകട്ടെ തിരുവനന്തപുരത്തെ യൂറോളജി വിഭാഗം മേധാവിയുടെ വെളിപ്പെടുത്തൽ എന്നും നമുക്ക് ആശിക്കാം. SKN. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. നമ്മുടെ ഒബ്സർവറാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇനി ഒബ്സർവർ നാളെ ഇതേ സമയം വരും.